മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന വഴിയിലെ ഇത്തരം കൂട്ടായ്മയിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് സാധിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മിറ്റിലേക്ക് എത്തിച്ചേർന്ന ഓരോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും 3 ദിവസങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നത്. നിങ്ങളുടെ യാത്രയടക്കം 3 ദിനങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തോടൊപ്പം ചിലവഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ പിരിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം എന്ന അതിമഹത്തായ ആദർശത്തിന്റെ തണലിലാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഒരുപക്ഷെ പ്രാസ്ഥാനികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചില വിയോജിപ്പുകൾ ഉണ്ടാകാം, ആലോചനകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളാനും കൃത്യമായി വിവേകപൂർവം അതിനോട് സമീപിക്കാനും SSF എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അഹ്ലുസുന്നയുടെ ആദർശം അതാണ് ഇസ്ലാമിന്റെ ആദർശം. പരിശുദ്ധരായ പ്രവാചകർ പഠിപ്പിച്ച ആദർശം അത് അഹ്ലുസുന്നയുടെ ആദർശമാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിന്റെ വഴിയിൽ മായം ചേർക്കുന്നവരോട് നമുക്കൊരിക്കലും ആദർശപരമായി കൂടെ നിൽക്കാൻ കഴിയില്ല. നമുക്കെന്ന് പറഞ്ഞതിന്റെ താല്പര്യം SSFകാർക്ക് എന്നല്ല. ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുന്ന വിദ്യാർത്ഥിക്ക് അത് സാധിക്കില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യം. അതിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അതാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സ് ഈ 2 നാളുകളിൽ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായും അത്തരമൊരു ചിന്ത ഈ ദിവസങ്ങളെ കൊണ്ട് സാധിക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് SSF എന്ന പ്രസ്ഥാനം നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ക്യാമ്പസിൽ ചെന്ന് SSFന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ, നിങ്ങൾക്കതിന് പ്രതിസന്ധിയുണ്ടെങ്കിൽ, നിങ്ങൾക്കുറക്കെ SSF എന്ന് വിളിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പരിഭവമില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. കാരണം അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ സമ്മിറ്റിന്റെ ഇടയിൽ SSF സിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്നുറക്കെ വിളിക്കുന്നുവെങ്കിൽ മൂർച്ചയുള്ള മുദ്രാവാക്യത്തെ മനസ്സോട് ചേർത്ത് വെച്ച് കൂടെ വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സാധിക്കട്ടെ എന്നാഗ്രഹിച്ചതിന്റെ പേരിൽ മാത്രമാണ്. നിങ്ങൾ അങ്ങനെ വിളിച്ചാലും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഒരു കാര്യം SSFന് നിങ്ങളോട് പറയാനുണ്ട്. ഈ നാളുകളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള സുന്ദരമായ ആശയങ്ങൾ അത് വിശുദ്ധ ഇസ്ലാമിൻ്റെതാണ്, പരിശുദ്ധരായ പ്രവാചകരുടേതാണ്, മഹത്തുക്കളായ പണ്ഡിതന്മാരുടേതാണ്, ആദരണീയരായ അയിമ്മത്തിൻ്റെതാണ്. ആ ആശയങ്ങളെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ ഭൗതികമായ ലോകത്ത് നിങ്ങൾക്ക് വിജയമുണ്ട്, പാരത്രികമായ ലോകത്ത് നിങ്ങൾക്ക് വിജയമുണ്ട്. ആ വിജയത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളടക്കം സംഘടനാ ബന്ധുക്കളായ സർവരും ഒരുമിച്ച് ചേർന്ന് ഊണുമുറക്കുമൊടിച്ച് ദിനരാത്രങ്ങൾ അധ്വാനിച്ച് നിങ്ങളെ സൽക്കരിക്കുന്നതിന്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന്, നിങ്ങൾക്ക് നന്മ പകർന്നു തരുന്നതിന് ഈ പ്രയത്നങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഒരു ബാധ്യതയുണ്ട് നമുക്ക്, ഒരു കടപ്പാടുണ്ട് നമുക്ക്. ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് എല്ലാം പൂർത്തിയാക്കി തിരിച്ചു പോകുമ്പോ ഏറ്റവും മിനിമം ഈ മഹത്തായ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ള നന്മയുടെ ആശയങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. മാറ്റം വേണം, മനസ്സിനൊരു ചേഞ്ച് വേണം. ഇന്നലകളെ കുറിച്ച് മറക്കൂ, പടച്ച റബ്ബിനോട് പറഞ്ഞു പൊരുത്തപ്പെടിക്കൂ. അല്ലാഹു റഹ്മാനാണ്, ആ കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്തു തരും, തീർച്ചയാണ്, സംശയം ഇല്ല. പ്രിയപ്പെട്ട പ്രവാചകർ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അകന്നിറഞ്ഞ് സ്നേഹിച്ച് അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ വസീലയാക്കി സൃഷ്ടാവിലേക്ക് നമ്മുടെ മനം തിരിക്കൂ. നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇന്നലകളിൽ സംഭവിച്ചു പോയ അരുതായ്മകളെല്ലാം ക്ലിയർ ചെയ്ത് അതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഇന്നിന്റെ ഈ ഉച്ച സമയത്ത് ഈ ധന്യമായ സദസ്സിൽ
നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ചില ഉറച്ച തീരുമാനങ്ങൾ വേണം. ഇസ്ലാമാണ് എന്റെ ഐഡന്റിറ്റി. ആ ഇസ്ലാം എന്ന് പറയുന്നത് എന്നെ ചുരുക്കി കെട്ടുന്ന ഒരു പ്രത്യയ ശാസ്ത്രമല്ല, എനിക്ക് വേലിക്കെട്ടുകൾ തീർക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമല്ല, എന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു ആദർശമല്ല, എനിക്ക് കൂച്ചുവിലടങ്ങുന്ന ഒരു ആദർശവുമല്ല. പിന്നെ നവോത്ഥാനത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് സ്നേഹപൂർവ്വം നമ്മെ ഓരോരുത്തരെയും കൈവിടെ ഉയർത്തുന്ന അനിഷേധ്യമായ ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു പ്രത്യയ ശാസ്ത്രം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന മതം അത് ഇസ്ലാമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ക്യാമ്പസിന്റെ കലുഷമായ സാഹചര്യങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നുവെങ്കിൽ, ഭൗതികമായ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പലരും മാടി വിളിക്കുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ മനസ്സ് പറയുന്നുവെങ്കിൽ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥി സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, അരുതായ്മകളോട് വിസമ്മതത്തിന്റെ മനസ്സു കാണിച്ച് വൈയക്തികവും ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവുമായ അത്യുന്നതിയിലേക്ക് നമുക്ക് വളരണം, നമുക്ക് ഉയരണം, നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളൊരു കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു, നിങ്ങളൊരു പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു, നിങ്ങളൊരു മതത്തെ പ്രതിനിധീകരിക്കുന്നു, പരിസരത്തുള്ളവർ നമ്മെ നിരീക്ഷിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കേവലം ഭൂമിക്ക് ഭാരമായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ ഓരോരുത്തരും? അതല്ല, ജീവിക്കുന്ന ആയുഷ്കാലത്തിന്റെ ഇടയിൽ കൃത്യമായ നന്മയുടെ തലത്തിൽ നിന്നുകൊണ്ട് അടയാളപ്പെടുത്താനുള്ള കരുത്ത് ഈ സമ്മിറ്റിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ സമാപിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് എനിക്ക് പകർന്നു തരാനുള്ളത്. സാധിക്കണം. തന്റെ കുടുംബത്തിൽ, തന്റെ ഗ്രാമത്തിൽ, തന്റെ ക്യാമ്പസിൽ താൻ ഇടപെടുന്ന സർവ്വയിടങ്ങളിലും ഒരു നല്ല വ്യക്തിത്വത്തെ, നന്മയുടെ സുന്ദരമായ പ്രവർത്തനത്തിന്റെ വഴിയിൽ ചേർന്നു നിൽക്കൂ. നിങ്ങളെ കുറിച്ച് പറയും ആ വിദ്യാർത്ഥി നല്ലവനാണെന്ന്. നിങ്ങളെ കുറിച്ച് സന്തോഷത്തോടെ പലരും പ്രതികരിക്കും, അവൻ നല്ലവനാണെന്ന്. നിങ്ങളെ കൂടെ കൂടിയാൽ നന്മയുണ്ടാകുമെന്ന് പരിസരത്തുള്ളവർ പറയും. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു വിധാനത്തിലേക്ക് ഉയർന്നുകൂടാ? ബുദ്ധി റബ്ബ് തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്, കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ആലോചന നമ്മുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം സൃഷ്ടാവിന്റെ അനുഗ്രഹമായി ആസ്വദിച്ച് അവന്റെ ഭൂമിയിൽ അവന്റെ ഓക്സിജനും അവന്റെ വെള്ളവും അവന്റെ സൗകര്യങ്ങളും അവന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോ എന്റെ കൂട്ടുകാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. ഒരുപാട് വിഭവങ്ങൾ, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഭൗതികവും ആത്മീയവുമായ തലത്തിൽ നിന്നുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് SSF നിങ്ങൾക്ക് കൈമാറി തന്നിട്ടുണ്ട്. ഒരു ദൗത്യം ഞങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. പടച്ച റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാനായി കൂടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥി സഹോദരങ്ങൾ ക്യാമ്പസിലും കവലയിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നന്മയുടെ ആശയങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് പാരത്രികമായ ലോകത്ത് പടച്ച റബ്ബിന്റെ സവിധത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുമ്പോ, ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ആദരണീയമായ നേതൃത്വത്തോട് ചോദിക്കുമ്പോ ഒരു മറുപടി വിനീതമായി പറയണം. പടച്ച റബ്ബിനോട്, റബ്ബേ, ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ ആഗ്രഹിച്ച, ഞങ്ങൾ ആലോചിച്ച, ഞങ്ങൾ കൊതിച്ച, ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിന്റെ നന്മയാർന്ന ആശയങ്ങളെ ഞങ്ങളെ മുന്നിലിരുന്ന വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ചെറിയൊരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഈ പ്രസ്ഥാന നേതൃത്വം ഈ പോസ്റ്റ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ കഴിയണം, നിങ്ങൾ പറയേണ്ടി വരും. പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഇതെല്ലാം ലഭിച്ചിട്ട് ഈ ആശയങ്ങളെ എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം. റബ്ബേ, 2 നാൾ എന്റെ കലുഷമായ ക്യാമ്പസിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ട് പാടന്തറ മർക്കസിന്റെ വിജ്ഞാനമുറ്റത്തേക്ക് കടന്നു വന്നു. കൂടെയുള്ളവർ ചിരിക്കുന്നവരുണ്ട്, ആടിപ്പാടുന്നവരുണ്ട്, മറ്റു പല പ്രദേശങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. അരുതായ്മയുടെ കൂടെയാണ് ഈ നിമിഷങ്ങളിലും പലപ്പോഴും അവരുള്ളത്. ഹോസ്റ്റലിൽ എന്റെ കൂടെ ജീവിക്കുന്നവൻ, ക്യാമ്പസിൽ എന്റെ ബെഞ്ചിലിരിക്കുന്നവർ, അവർ പലരും ഈ കൂട്ടത്തിലില്ല, കൂടെ ഇരിക്കുന്നില്ല. അവർക്ക് ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ നന്മയല്ല ചെയ്യാൻ കഴിയുന്നത്, തിന്മയോടൊപ്പമാണ് നിൽക്കാൻ കഴിയുന്നത്. മിനിമം റബ്ബിനോട് നമുക്ക് പറയാം, അല്ലാഹുവേ, എന്റെ ആയുഷ്
ആയുഷ്കാലത്തിന്റെ ഇടയിൽ 2 നാൾ ഹറാമിനോട് ചേരാതെ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരുപക്ഷെ ഞാൻ പുറപ്പെട്ടത് പൂർണ്ണമായ ആവേശത്തോടെ അല്ലെങ്കിലും എത്തിയപ്പോൾ അതിനോട് സന്തോഷപൂർവ്വം സഹകരിച്ച് എന്റെ മണിക്കൂറുകൾ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിലവഴിക്കാൻ കഴിഞ്ഞു എന്ന മറുപടിയെങ്കിലും പ്രോത്സാഹനത്തിൽ വന്നിരുന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് പറയാനുണ്ട്. അതാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ വന്ന് ഇരുന്ന് തിരിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മീയമായ വളർച്ച. ഒരു മറുപടിയും കൂടെ നമ്മൾ പറയണം. എന്താണ്? ചില കാര്യങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ. തിന്മയോടായിരുന്നു എനിക്ക് താല്പര്യം, ഹറാമിനോടായിരുന്നു എനിക്ക് ചേർച്ച. പലരും എന്നെ വിളിക്കുന്നു, ഗേൾഫ്രണ്ടുകളുണ്ട്, ഗാങ്സുകളുണ്ട്. ഇവരെല്ലാവരും വിളിക്കുന്നത് നന്മയിലേക്കല്ല, എന്റെ എല്ലാ മൂല്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, എന്റെ എല്ലാ ആത്മീയതയും തകർത്തെറിയുന്നതിന് വേണ്ടി, എന്റെ കുടുംബത്തിന്, ഈ രാജ്യത്തിന് ഫലപ്രദമല്ലാത്ത, പകരം അതിന് ഭാരമാകുന്ന ഒരു വിദ്യാർത്ഥിയായി രൂപപ്പെടുത്താനാണ് എന്നെ അവർ വിളിച്ചത്. മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് കുടുംബത്തിന് നേട്ടമില്ല, അതേ സമുദായത്തിന് നന്മയില്ല, ഈ രാജ്യത്തിന് നന്മയില്ല. അനാവശ്യങ്ങൾ ചെയ്ത് അക്രമാസക്തമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ആർക്കും പ്രയോജനങ്ങളില്ല. ഈ പ്രയോജനങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോ ചില മാറ്റത്തിനുള്ള തീരുമാനമെടുത്തു. അത്തരം കൂട്ടായ്മയോട് ആർജവത്തോടെ വിസമ്മതത്തിന്റെ പ്രതികരണം നടത്താൻ ഈ സമ്മിറ്റ് എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. അതിജയിക്കാനുള്ള കെൽപ്പ്. ശങ്കിച്ചു നിൽക്കുമ്പോ, ആശങ്കപ്പെട്ടു നിൽക്കുമ്പോ, കൂടെ ചേരാൻ ആഗ്രഹിക്കുന്ന മനസ്സ് രൂപപ്പെടുമ്പോ, അനിഷേധ്യരായ മഹത്തുക്കളായ സ്വഹാബാക്കളുടെയും മഹാന്മാരായ സൂഫിയാക്കളുടെയും ചരിത്രത്തെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് തീരുമാനിക്കണം മാറ്റത്തിന് വേണ്ടി. റബ്ബിനോട് പറയണം, ഞാൻ നിസ്കരിക്കാത്തവനായിരുന്നു, നിസ്കരിക്കാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ പാരായണം പതിവില്ലാത്തവനായിരുന്നു, ഞാൻ ഖുർആൻ പാരായണം ചെറിയ നിലക്കെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് ഇന്നലെ വരെ പറ്റിയിട്ടില്ല. ഇന്നു മുതൽ ഞാനത് നിർവഹിക്കുന്നവനാണ്. പടച്ച റബ്ബിലേക്ക് അറിയിക്കുന്ന തൗഹീദിന്റെ വചനം, അതിന്റെ സൗന്ദര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇന്നു മുതൽ അകം നിറഞ്ഞ് ഞാൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള മനസ്സുണ്ട്. ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങളെങ്കിലും എന്റെ കൂട്ടുകാരെ സ്നേഹത്തോടെ എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കണം. നമുക്ക് കൂട്ടായി ഒരുമിച്ച് കൂടണം. പാടന്തര മർക്കസിന്റെ മുറ്റത്ത് മാത്രമല്ല, പരിശുദ്ധരായ പ്രവാചകർ പ്രൗഢമായി ഉദ്ഘാടനം ചെയ്യുന്ന പടച്ച റബ്ബ് നമുക്കൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമമുണ്ട്. ആ കാരുണ്യത്തിന്റെ വീട്ടിലേക്ക്, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സുഭിക്ഷതയുടെ ആ വീട്ടിലേക്ക് എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ കഴിയണം. അതിന് കാരണമാണ് ഈ പ്രൊഫ്സമിറ്റ്. അതിനങ്ങനെ സാധ്യമാകണം. ഈ പ്രൊഫ്സമിറ്റ് കൊണ്ട് ഇത് ആഗ്രഹിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മതം നമ്മെ വളർത്തുകയാണ്. ഇസ്ലാം വലിയ സാധ്യതയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇസ്ലാമിനെ അപരിഷ്കൃതമായി കാണരുത്. ലോകത്തുള്ള വികസനത്തിന്റെ സർവാധി വഴികളും തുറന്നു വെച്ചതാര്? ചരിത്രപരമായി പഠിക്കൂ നിങ്ങൾ. ഒരേ ഒരു ഉത്തരമാണ് പറയാനുള്ളത്. ലോകത്തിന്റെ വിവിധ വികസനത്തിന്റെ വഴിയിൽ ചിന്ത പകർന്നു നൽകിയത് ആകാശ ലോകത്തേക്ക്, ഭൂമിയുടെ അകത്തളങ്ങളിലേക്ക്, സമുദ്രത്തിന്റെ ആഴികളിലേക്ക്. ഇങ്ങനെ ആലോചിച്ചാൽ ഇതിനെയെല്ലാം പ്രചോദിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രം അതേത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ നിങ്ങൾ എന്തിനാ അപരിഷ്കൃതമായി കാണണം? അതൊരു പാരമ്പര്യമായി കാണണം. നന്മയുടെ തലത്തിൽ എന്ത് വികസനത്തെയാണ്, എന്ത് നല്ലതിനെയാണ് ഇസ്ലാം തിരസ്കരിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ വല്ലതും തിരസ്കരിക്കുന്നു എന്നുള്ളത്? സാധ്യമല്ല. 14 നൂറ്റാണ്ടുകൾ പിന്നിട്ട് അനിഷേധ്യമായ ആദർശമായി ഇന്നും നിലനിൽക്കുന്ന മതത്തെ ആ രൂപത്തിൽ വിലയിരുത്തി കൃത്യമായി അടയാളപ്പെടുത്തി പരാജയത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ എവിടെയാണ് കഴിഞ്ഞിട്ടുള്ളത്? യൂറോപ്യൻ ഇന്നൊരു പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, പാശ്ചാത്യൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഞങ്ങളാണ് വലിയവർ എന്നൊരു പക്ഷേ അവർ പറയുന്നുണ്ട്. ആ പറച്ചിലിന് പിന്തുണയുണ്ടായതും ആ പറച്ചിലിന് വഴിയൊരുങ്ങിയതും ഇസ്ലാമാണ് എന്ന് ചരിത്രം കൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കുക, ഇസ്ലാമിക് രാജ്യങ്ങളെ കുറിച്ച് പഠിക്കൂ, സ്പെയിനിനെ കുറിച്ച് പഠിക്കൂ, കൊർഡോവയെ കുറിച്ച് പഠിക്കൂ. പ്രൗഢമായ ഇസ്ലാമിക ചരിത്ര വഴികളെ കുറിച്ച് നിങ്ങൾ അനുസ്മരിക്കൂ, മനസ്സിലാക്കും. ഇരുട്ടിൽ
തപ്പുന്ന യൂറോപ്യൻ ജീവിക്കുമ്പോ വെളിച്ചത്തിന്റെ വഴിയിൽ സായാഹ്നത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ ഉന്നതമായ തലത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനെ ഭൂമിക്ക് മുകളിൽ കാണുമ്പോൾ ഇരുണ്ട രാത്രിയാകുമ്പോൾ ഇരുട്ടിൽ തപ്പുന്ന ധരിച്ച വസ്ത്രത്തെ വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്ത വൃത്തിയുടെ ഒരു തലങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമായി ഒരു കാലത്ത് യൂറോപ്യനുണ്ട്. ഞാനൊരു വെല്ലുവിളി നിങ്ങളെ മുന്നിലേക്ക് ഇടുകയാണ്. മാറ്റങ്ങൾ വേണം. അൽഹംദുലില്ലാഹ് SSF ആ മാറ്റത്തെയാണ് സ്വപ്നമായി കാണുന്നത്. നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ മാറും. ന്യൂ ജനറേഷൻ അത്ര മോശക്കാരില്ല. നന്മയുടെ മനസ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. സേവനത്തിന്റെ മനസ്സുമുണ്ട്. എല്ലാം അസ്തമിച്ചു എന്ന് പറയാൻ ഞങ്ങൾ ഒരുക്കമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ സദസ്സ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടില്ല. പ്രതീക്ഷയോടെ പറയട്ടെ, മാറ്റത്തിന് വേണ്ടി ഇസ്ലാമിന്റെ വിശുദ്ധമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ മെഡിസിന് പഠിക്കുമ്പോ, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോ, നിങ്ങൾ ലോക്ക് വേണ്ടി പഠിക്കുമ്പോ, നിങ്ങൾ കേവലം ഒരു ജോബ് ബേസ്ഡ് ആയിട്ടല്ല പഠിക്കേണ്ടത്. ഖമറുൽ ഉലമ കാലത്തിന്റെ ഇതിഹാസമായി മാറി ഈ പ്രസ്ഥാനത്തെ അനിഷേധ്യമായി നയിക്കുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ചെറിയ വാക്കുകളിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ചില സത്യങ്ങളുണ്ട്. അതെന്താണ്? നിങ്ങൾ പഠിക്കേണ്ടത് മതത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പ്രചോദനം നൽകുന്നത് സ്റ്റെതസ്കോപ്പ് മാറിലിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോ അങ്ങനെ നടക്കാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചത്, ആ വഴിയിൽ നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നത് ഇസ്ലാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാകണം. തീർച്ചയാണ് ഇസ്ലാമാണ് നമ്മെ എങ്ങനെ നടത്തുന്നത്. SSF പുതിയ കാലത്ത് സ്വപ്നം വയ്ക്കുന്നു. ഇവിടെ ദിസ് എന്നൊരു സംവിധാനം, ഡിപ്ലോമ ഇൻ ഇസ്ലാമിക് സ്റ്റഡീസ്, 300ഓളം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവർ പഠനം പൂർത്തിയാക്കി ഒന്നാമത്തെ സെക്ഷന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി. രണ്ടാമത്തെ ഭാഗത്തിന്റെ ലോഞ്ചിങ് നടത്തി. ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണ്? ഇവിടെ മതകലാലയങ്ങളിൽ പഠിക്കാൻ അവസരമില്ലാത്ത ഭൗതിക കലാലയത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, ഭൗതിക കലാലയത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പലതുകൊണ്ടും അവർക്ക് വലിയ ഇസ്ലാമിക പഠനത്തിന് സൗകര്യം ഉണ്ടായിട്ടില്ല, അവസരം ഉണ്ടായിട്ടില്ല. അതിൽ നമുക്ക് പ്രതിഷേധമല്ല ഉള്ളത്, സഹതാപമാണുള്ളത്. നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുമോ? മതം നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾ ഈ ഓൺലൈൻ കോഴ്സിലൂടെ കടന്നു വരിക. ഇത് സ്റ്റാർട്ടിംഗ് ടൈമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഒരു ഓൺലൈൻ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ. SSFന്റെ സ്വപ്നമാണ് ഈ മഹത്തായ സദസ്സിൽ. ഞാൻ ആ സ്വപ്നത്തെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ, ഹദീസിന്റെ, അതേപോലെ തന്നെ ആത്മീയതയുടെ സന്ദേശങ്ങൾ പഠിക്കുന്ന തലപ്പാവ് ധരിച്ച്, തൂവള്ള വസ്ത്രം ധരിച്ച് ഈ മതകലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ അതിന്റെ ഒരു പരിധിയെങ്കിലും ഹദീസും ഖുർആനും പഠിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുമോ എന്നതാണ്. SSF ജയിച്ചിട്ടുണ്ട് കാലങ്ങളെ കൊണ്ട്. നിങ്ങൾ ഈ സദസ്സിൽ തൊട്ടു മുമ്പ് സബ്മിറ്റ് ടു സബ്മിറ്റ് എന്ന വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ ഷമീർ അലിയാണ് SSFന്റെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള സാക്ഷാത്കാരത്തിന്റെ ചെറിയ ചുവടുവെപ്പാണ്. തൊട്ടു മുമ്പ് ഷൗക്കത്ത് സഖാഫി ഇവിടെ സംസാരിച്ചു. അദ്ദേഹം IIT-യിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഗവേഷണ കാര്യങ്ങൾ നടത്തുന്ന ഒരു പണ്ഡിതനാണെങ്കിൽ അദ്ദേഹം നമ്മൾ വിചാരിച്ച ഭൗതികത സംസാരിക്കുമ്പോ തൊട്ടിപ്പുറത്ത് ആത്മീയതയുടെ ഹദീസിന്റെ വചനങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് ഒരു മെഡിക്കൽ MBBS പൂർത്തിയാക്കിയിട്ടുള്ള ഡോക്ടറാണ്. SSF സാധിക്കുന്ന വിപ്ലവത്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് 4 പ്രതിഭകളെ, 4 സയന്റിസ്റ്റുകളെ ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിച്ചു. മനഃപൂർവ്വമാണത്. SSF വളർത്തിയെടുത്തിട്ടുള്ള പ്രതിഭകളാണത്. ഉന്നതമായ ഗവേഷണ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. അവർ ഖുർആൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും, ഹദീസ് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. അവർ ഒരു ശരീഅത്ത് കോളേജിൽ പഠിച്ചവരല്ല, അവർ അറബി കോളേജിൽ പഠിച്ചവരല്ല. അവർ SSFന്റെ കൂടെ നിന്ന്, ഈ SSFിൽ നിന്ന് മതം അനുഭവിക്കാനും പഠിക്കാനും അവസരം കിട്ടിയവരാണ്. SSF സാധിക്കുന്ന വിപ്ലവത്തിന്റെ ചെറിയ എക്സാമ്പിളായിട്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സാധിക്കും. പ്രതിസന്ധികൾ അതിജീവിക്കാൻ നമുക്ക് കഴിയും. എല്ലാത്തിനെയും മറികടക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ഊർജ്ജസ്വലമായ കരുത്തുള്ള വിദ്യാർത്ഥിത്വം നമ്മളിൽ നിലനിൽക്കുന്ന കാലത്തോളം അരാജകത്വത്തിന്റെ വാതികൾ പരിസരത്തു നിന്ന് ഒച്ചയിടുമ്പോഴും ആത്മാഭിമാനത്തോടെ മതത്തിന്റെ ആത്മീയമായ തലങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അതിജയിക്കാനുള്ള കെൽപ്പും ശേഷിയുമാണ്
SSF നിങ്ങളിൽ സാധിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. ഈ മഹത്തായ പ്രസ്ഥാനം ഉയർത്തിവെക്കുന്ന ഈ ആശയത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ SSFന്റെ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും ഈ ആശയത്തിന്റെ കൂടെ നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് കരുത്തു നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന സമയം അത് സന്തോഷമാണ്, സംതൃപ്തമാണ്. നിങ്ങളിൽ ഞങ്ങൾ ആ പ്രതീക്ഷ അർപ്പിക്കുന്നു. വരും കാലങ്ങളിൽ മതം അസ്തമിക്കരുത്, ആത്മീയത നശിച്ചു പോകരുത്, ധർമ്മം നിരസിക്കപ്പെടരുത്, നീതി നിരസിക്കപ്പെട്ടു പോകരുത്. നമ്മൾ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴും ആ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ മുഴുവനും ഊർജ്ജസ്വലതയോടെ ഉറച്ചു നിന്നുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളുടെ ആത്മവീര്യത്തെ പഠിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണം. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ അതേ റോം ചക്രവർത്തിയുടെ പരിസരത്തെത്തി. ക്രൂരനാണ് അദ്ദേഹം. ആ പരിസരത്തു നിന്ന് ബന്ദിയാക്കപ്പെട്ട സാഹചര്യത്തിൽ റോം ചക്രവർത്തി ചോദിക്കുന്നു, നിങ്ങളെ മതത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ ഒരുക്കമുണ്ടോ? ഓ കൂട്ടുകാരെ, ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ പറയുന്നത് ഇല്ല എന്നതാണ്. ബന്ദിയായി നിൽക്കുമ്പോഴും രക്ഷപ്പെടാൻ മാത്രം അവസരം നൽകാം, ഒരു നോ പറഞ്ഞാൽ മതി എന്ന അവസരം കൊടുക്കുമ്പോഴും ഇല്ല എന്ന് കരുത്തോടെ പറയുകയാണ്. വലിയ പാത്രം ഒരുക്കി വെച്ച് അതിൽ സെയ്ത്തെണ്ണ ഒഴിച്ച് തീ കത്തിച്ചിട്ട് തിളക്കുന്ന സെയ്ത്തെണ്ണ മുന്നിൽ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ മടങ്ങാൻ ഒരുക്കമുണ്ടോ? രാജാവിനോട് ആത്മാഭിമാനത്തോടെ പറയുന്നു, ഇല്ല, ഞാൻ ഒരുക്കമല്ല. എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് തിളച്ചു മറയുന്ന എണ്ണയിൽ വെന്തുരുകുന്ന നിങ്ങളെ പച്ചയായ മാംസമായിരിക്കും എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളോട് പറയുകയാണ്. പതറിയില്ല, മനസ്സിന് മാറ്റമുണ്ടായില്ല, വേണ്ടതെന്തും എന്ന ആത്മാഭിമാനത്തോടെയുള്ള പ്രതികരണം. പിന്മാറ്റത്തിന് വേണ്ടി വഴിയൊരുക്കാൻ കൂടബന്ധിയായ ഒരു സ്വഹാബിയെ പിടിച്ചുകൊണ്ടുവന്നു. ആ പാത്രത്തിലേക്ക് എടുത്തിട്ടു. ആ പാത്രത്തിൽ നിന്ന് വെന്തുരുകുന്ന കൂട്ടുകാരനെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ കാണുമ്പോൾ ആ സമയത്ത് ചോദിക്കുന്നു, പിന്മാറാൻ ഒരുക്കമുണ്ടോ? ആ സമയത്ത് പറയുന്നത് ഇല്ല എന്ന മറുപടിയാണ്. കൂട്ടുകാരൻ പിരിയുമ്പോഴും പാരത്രികമായ ലോകത്ത് സ്വർഗീയ ആരാമത്തിൽ പാറി നടക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ഒരുങ്ങുന്നത്. സന്തോഷമേ ഉള്ളൂ. ഇതാണ് മറുപടി ഉണ്ടായിരുന്നത്. അടുത്ത ഘട്ടം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ കരയുന്നു, കണ്ണുനീര് പൊടിക്കുന്നു. രാജാവിന് അത്ഭുതമായി. ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കൊല്ലാനിരിക്കുന്നു എന്നതിന്റെ വ്യഥയാണോ? കാണാൻ കുടുംബക്കാരെ കൊതിയുള്ളത് കൊണ്ടാണോ? എന്താണ്, പറയൂ. നിങ്ങൾ പിന്മാറിയാൽ എല്ലാം പരിഹരിക്കാം. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞ മറുപടി കൂട്ടുകാരെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഓ രാജാവേ, നിങ്ങൾ കൊല്ലുന്നതിലല്ല എന്റെ പ്രയാസം, പിന്നെ എന്റെ മനസ്സ് വേദനിക്കുന്നത്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നത് ഒരു കാര്യം ആലോചിച്ചുകൊണ്ടാണ്. ആ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ ശരീരത്തിൽ ഒരു ആത്മാവേ ഉള്ളൂ, എന്റെ ശരീരത്തിൽ ഒരു ആത്മാവേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രോമങ്ങൾക്കനുസരിച്ച് എനിക്ക് ആത്മാവുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ ശരീരത്തിൽ ആത്മാവുണ്ടായിരുന്നുവെങ്കിൽ, അത്രയും ആത്മാവ് പിരിയുന്നത് വരെ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് എന്നെ നിങ്ങൾക്ക് കൊല്ലാമായിരുന്നല്ലോ. ഒറ്റ പ്രാവശ്യം മാത്രമല്ലേ എനിക്ക് രക്തസാക്ഷിയാകാൻ അവസരമുള്ളൂ. സഹോദരങ്ങളെ, ആത്മാഭിമാനത്തോടെ വിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് പ്രതികരിച്ചപ്പോ ഞെട്ടിത്തരിച്ചത് റോം ചക്രവർത്തിയാണ്. അയാൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. പറയിപ്പിച്ചത് ആത്മധൈര്യമാണ്, ഈമാനിന്റെ കരുത്താണ്, ഉറച്ച വിശ്വാസമാണ്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്യാമ്പസിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ നിങ്ങളെ പലരും വിളിക്കുന്ന സമയത്ത് ഉറച്ച വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ആത്മധൈര്യത്തോടെ പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? സാത്താന്റെ കൂടെ നിൽക്കാൻ ഞങ്ങളില്ല ഇന്നു മുതൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറയാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ക്യാമ്പസിന്റെ റോൾ മോഡലുകൾ നിങ്ങളായിരിക്കും. ഗുരുനാഥന്മാരുടെ മുന്നിൽ, കൂട്ടുകാരുടെ മുന്നിൽ ഒരുപക്ഷെ ഒരാഴ്ചക്കാലം നിങ്ങളെ പരിഹസിച്ചേക്കും, നിങ്ങളെ സൂഫി എന്ന് വിളിച്ചേക്കും, നിങ്ങളെ മറ്റു അപഹാസത്തിന്റെ പ്രയോഗങ്ങൾ നടത്തിയേക്കും. ആ പ്രയോഗങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോകണം കരുത്തോടെ. നിങ്ങളെ വിളിയല്ല ഞങ്ങൾക്ക് പ്രശ്നം, നിങ്ങളെ പരിഹാസമല്ല ഞങ്ങൾക്ക് പ്രശ്നം, നിങ്ങളെ പ്രതിഷേധമല്ല ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങളെ പ്രശ്നം
ഞങ്ങളുടെ ശരീരം നരകത്തിലിട്ട് കത്തിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ കത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് ഉറച്ചു പറയാനുള്ള മനസ്സ് ഈ പോസ്റ്റ് സമ്മിറ്റ് നിങ്ങൾക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അത്തരം ഒരു ഉന്നതമായ തലത്തിലേക്ക് നമ്മയൊക്കെ എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ക്യാമ്പസ് അത് വിപ്ലവത്തിൻ്റെതാണ്, നന്മയ്ക്ക് വേണ്ടിയുള്ള വിപ്ലവത്തിൻ്റെതാണ്. ട്രെൻഡിനനുസരിച്ചാണ് ക്യാമ്പസ് ഉള്ളത്, ട്രെൻഡിനെതിരെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. നിങ്ങൾ ഒരു ക്യാമ്പസിൽ നിന്ന് 8 പേർ, 10 പേർ, 12 പേർ, 5 പേർ, ഒരുത്തൻ, 2 പേർ, ഇങ്ങനെയൊക്കെ എണ്ണമുണ്ട്. നിങ്ങളൊരു ഗ്രൂപ്പാണ്, ധർമ്മത്തിനു വേണ്ടിയുള്ള ഗ്രൂപ്പ്. ആ ഗ്രൂപ്പായി നിങ്ങൾ തിരിച്ചു പോകുക. അടുത്ത സമ്മിറ്റ് വരുമ്പോ നമുക്ക് പുതിയ വിപ്ലവത്തിന്റെ കഥകൾ പറയാനുണ്ടാകും. ആ കഥകൾക്ക് വേണ്ടി SSF കാതോർക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ എന്തു ലഭിക്കും എന്ന ചോദ്യത്തിന് ഒറ്റ ആൻസറേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ ദേവർശോല ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പടച്ചറപ്പിന്റെ അനുഗ്രഹം അത് ലഭിക്കും. ആ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്ന സന്തോഷത്തിന്റെ അവസരങ്ങൾ ഉണ്ടാകും. മറക്കാൻ കഴിയില്ല ഈ സദസ്സിൽ. കണ്ണൂർ മൻസയിന്റെ മണ്ണിൽ നമ്മൾ ഒരുപക്ഷെ ഈ കൂട്ടത്തിലുള്ള പലരും ഒരുമിച്ചു ചേർന്നിട്ടുണ്ട്. നമ്മൾ ഒന്നായി പലതും പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെക്കലിലേക്ക് SSFന്റെ വിളി കേട്ട് ആദ്യമായി കടന്നു വന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് SSF എന്ന പ്രസ്ഥാനത്തെ ആ കൂട്ടുകാരന് പരിചയമില്ല, ഈ പ്രസ്ഥാനത്തിന്റെ അനുഭാവിയല്ല, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ആ കൂട്ടുകാരൻ പ്രവർത്തിച്ചിട്ടില്ല. ആദ്യമായി കൃത്യമായി ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെട്ടത് യഥാർത്ഥത്തിൽ അജ്മൽ മന്നലാങ്കുന്ന് എന്ന കൂട്ടുകാരൻ പ്രൊഫസമിറ്റിലാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ വാഗ്ധോരണികളാണത്. ഞാൻ ഓർക്കുകയാണ് അജ്മലിനെ. എങ്ങനെയാണ് തൊട്ടിപ്പുറത്തുള്ള പ്രൊഫസമിറ്റ് സമാപിക്കുമ്പോ അജ്മലിനെ ഓർക്കാതിരിക്കാൻ പറ്റിയ? പ്രൊഫസമിറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജമുണ്ട്, ഇതുവരെ ലഭിക്കാത്ത ചില ഊർജ്ജങ്ങൾ, നന്മയ്ക്ക് വേണ്ടിയുള്ള ഊർജ്ജങ്ങൾ. നൂറുൽ ഇസ്ലാമിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെയുണ്ട്. ആ കൂട്ടുകാർക്കറിയാം അജ്മലിനെ കുറിച്ച്. ഇല്ലാത്ത കഥ പറയുകയല്ല, ഉള്ളതിന്റെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രോഫ് സമ്മിറ്റിനു ശേഷം അജ്മലിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇതുവരെയും എനിക്ക് നഷ്ടപ്പെട്ടു വിദ്യാർത്ഥി കാലത്ത്, ഇനി എനിക്ക് തിരിച്ചു പിടിക്കണം. എന്റെ ക്യാമ്പസിൽ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അജ്മലായിരിക്കും. സ്വലാത്തിന്റെ മജ്‌ലിസിൽ ജമാഅത്തിന് വേണ്ടി കൂട്ടുകാരെ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നതിൽ, ജുമഅയുടെ ദിവസം അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നതിൽ, ആത്മീയമായ മജ്‌ലിസുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ അതിനെല്ലാം മുന്നിൽ നിൽക്കാനും സംഘാടനം നിർവഹിക്കാനും അജ്മൽ ഉണ്ടാകും. SSF എനിക്ക് അങ്ങനെ ഒരു വികാരം തന്നിട്ടുണ്ട്. ആ വികാരം മനസ്സോടെ ചേർത്ത് വെച്ച് അജ്മൽ മന്നലാങ്കുന്ന് തിരിച്ചുപോയി ധർമ്മത്തിന്റെ വഴിയുള്ള വിപ്ലവം സാധിക്കാൻ അജ്മലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ധർമ്മ വിപ്ലവ പോരാളിയെ കൂടുതൽ നമുക്ക് കൂടെ കിട്ടിയില്ല. ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ നൂറുൽ ഇസ്ലാം ക്യാമ്പസിന് കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയില്ല. കുറഞ്ഞ കാലം, കേവലം 6 മാസക്കാലം. ആ 6 മാസക്കാലം മാത്രമാണ് സംഘടനയുടെ സന്ദേശം മനസ്സിൽ ചേർത്ത് വെച്ച് അജ്മൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അജ്മൽ SSF വിളിച്ചു ഒരു ക്യാമ്പിന് വേണ്ടി മലപ്പുറം ജില്ലയിലേക്ക് വന്നു. സന്തോഷപൂർവ്വം 2 നാളുള്ള ക്യാമ്പ്. ആ ക്യാമ്പ് അവസാനിക്കുന്നതിനോടടുക്കുമ്പോ അള്ളാഹുവിന്റെ അജനിയായ ഖദാ അതിനെ തട്ടാൻ നമുക്ക് ആർക്കും കഴിയില്ല. അജ്മൽ എന്ന കൂട്ടുകാരൻ ഇന്ന് നമ്മുടെ സമ്മിറ്റിൽ ഉണ്ടാകേണ്ട കൂട്ടുകാരനാണ്, ഇന്ന് നമ്മുടെ കൂടെയില്ല. തൃശൂർ ജില്ലയിലെ മന്നലാങ്കുന്നിന്റെ ഭൂമിയിൽ 6 മണ്ണിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അന്തിയുറങ്ങുന്നുണ്ട്. ആ അജ്മൽ എന്ന കൂട്ടുകാരൻ പിരിഞ്ഞപ്പോ കുടുംബം ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളവരല്ല. ഞങ്ങൾ ആശങ്കപ്പെട്ടു, ആ കുടുംബം എന്തു പറയും? SSFന്റെ കൂടെ നിൽക്കാമെന്നേടത്ത് അള്ളാഹുവിന്റെ ഖദാ സംഭവിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ സമയത്ത് ആ കുടുംബത്തിലേക്ക് അജ്മലിന്റെ മയ്യിത്തുമായി ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും കൂട്ടുകാരും ചെന്നപ്പോ പിതാവിന് അജ്മൽ നഷ്ടപ്പെട്ടതിന്റെ മനോവ്യഥയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് അജ്മൽ പൊലിഞ്ഞുപോയതിന്റെ സങ്കടമുണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോട് ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും ആ കുടുംബം പരാതി പറഞ്ഞില്ല.
പ്രതിഷേധിച്ചില്ല. എന്റെ മകനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതേ ക്യാമ്പിന് വിളിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന പരാതിയില്ല. ആ കുടുംബത്തിന് ഈ പ്രസ്ഥാനത്തെ വേണ്ടത്ര അറിയില്ലായിരുന്നു. പക്ഷേ അവർ ചെറിയ നിലക്ക് അജ്മലിൽ നിന്ന് മനസ്സിലാക്കി. മരണത്തോടെ അവർ തീർച്ചയായും അവർക്ക് ബോധ്യപ്പെട്ടു, അജ്മൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ആയിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല. കാരണം അജ്മൽ എന്ന കൂട്ടുകാരന്റെ മയ്യത്ത് തൃശൂർ ജില്ലയിൽ മന്നലാംകുന്നിന്റെ പ്രദേശത്തെത്തിയപ്പോൾ ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും ആലിമീങ്ങളുമെല്ലാം ആ കുടുംബത്തിൽ കയറി ചെല്ലുകയാണ്. നേരത്തെയുള്ള അജ്മലായിരുന്നുവെങ്കിൽ അവരാരും അവിടെ എത്തില്ല, തീർച്ചയാണ്. പക്ഷേ SSF എന്ന മൂന്നക്ഷരത്തെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ചില ദൗത്യങ്ങൾ നിർവഹിച്ചപ്പോ ഒരുപാട് പണ്ഡിതന്മാരും സാദാത്യങ്ങളും മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഖൽബ് പൊട്ടി പ്രാർത്ഥനയുടെ വചനങ്ങൾ ഉച്ചരിച്ച് ആ കുടുംബത്തിനോട് കൂടെ ചേർന്ന് മുന്നോട്ട് പോയപ്പോ അവർക്ക് ബോധ്യായി ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അജ്മലിന്റെ വിഷയത്തിൽ ഒരു സന്തോഷമുണ്ട്, ആ സന്തോഷം അജ്മൽ നിങ്ങളെ കൂടെയായി എന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ അജ്മലിന് ഇത്രയും ആത്മീയ വളർച്ചയുണ്ടാകില്ല, അജ്മലിന് ഇത്രയും മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. കൂട്ടുകാരെ, ഈ പോസ്റ്റ് സമ്മിറ്റ് 2019 അവസാനിക്കുമ്പോഴും നമ്മുടെ കൂടെ അജ്മൽ കടന്നു വരികയാണ്. അവന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹു ആ കൂട്ടുകാരന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. SSFന്റെ കൂടെ നിന്നപ്പോൾ അജ്മൽ സമ്പാദിച്ചത് ഇതാണ്. അജ്മൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് SSFലേക്ക് വഴി നടത്തിയ ഒരു മുത്തഅല്ലിമുണ്ട്. അതാരാണ്? 19കാരനായ കുളപ്പുറത്ത് ഫായിസ് എന്ന വിദ്യാർത്ഥിയാണ്. ഫായിസ് എന്നെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാറുണ്ട്. ആ ഫായിസും ഇന്ന് നമ്മുടെ കൂടെയില്ല. കൂട്ടുകാരെ, അജ്മലിനെ ധർമ്മത്തിന്റെ വഴിയിൽ കൈപിടിച്ചുയർത്താൻ വേണ്ടി മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു മതവിദ്യാർത്ഥിയായ ഫായിസ്, 19കാരൻ, തന്റെ ബുലുവായതിനു ശേഷം 4 വർഷക്കാലം മാത്രം ജീവിച്ച കൂട്ടുകാരൻ ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് നന്മയുടെ വഴി നടത്താൻ, നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കുളപ്പുറത്തുകാരനായ ഫായിസ്. ആ ഫായിസ് അജ്മലിനെ നന്മയുടെ വഴിയിൽ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചെങ്കിൽ ആ ഉയർത്തിയ ഫായിസും നമ്മുടെ കൂടെയില്ല. അജ്മലിനെ അനുസ്മരിക്കുമ്പോൾ അജ്മൽ ഇഷ്ടപ്പെട്ട ഫായിസിനെ എങ്ങനെയാണ് നമ്മൾ വിസ്മരിക്കുക? അതുകൊണ്ട് ഫായിസ് കൂടെ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വന്നു. ഇത് ഹൃദയബന്ധമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ള ആത്മീയ തലത്തിലുള്ള വലിയ സമ്പാദ്യം. കൂട്ടുകാരെ, പ്രഫ് സമ്മിറ്റിൽ പങ്കെടുത്ത് നന്മയ്ക്കു വേണ്ടി മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും കൂട്ടുകാർ എപ്പോഴാണ് നമ്മുടെ ആയുസ് അസ്തമിക്കുന്നതെന്നറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി കൈനീട്ടാൻ, നമുക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, നമുക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നല്ല മനസ്സുള്ള ഒരു പറ്റം ആളുകൾ വേണം. അത് പ്രതീക്ഷിച്ചായിരിക്കണം SSFന്റെ കൂടെ നിങ്ങൾ നിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് പാരത്രിക ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനും നമുക്ക് സൗഭാഗ്യമുണ്ടാകണം. അള്ളാഹു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിന് സബബാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കടപ്പാടുള്ള ഒരുപാട് ആളുകൾക്ക് കൈപിടിച്ച് സ്വീകരിക്കാൻ കൂടെ നിന്ന ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്. അവർ നമ്മുടെ കുടുംബക്കാരല്ല, അവർ നമ്മുടെ നാട്ടുകാരല്ല. ആ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, ആ മുത്തഅല്ലിമുകൾ, അവർക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകൾ അടക്കമുള്ള, ദേവർശോല ഉസ്താദ് അടക്കമുള്ള, മദനി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, അവരെ നമ്മൾ എങ്ങനെ മറക്കും ഈ സമയത്ത്? ഇല്ല. ചെയ്ത ആ ദൗത്യത്തെ അതിനെ എങ്ങനെയാണ് മൂല്യം കൽപ്പിക്കേണ്ടത് എന്നറിയില്ല. ബാഗ് കയ്യിലുണ്ടായിരിക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി റൂമിൽ കൊണ്ടുപോയി വെച്ച ഇവിടുത്തെ മുത്തഅല്ലിമുകൾ ഭക്ഷണം എപ്പോൾ ആവശ്യമുണ്ട്,
വെള്ളം എപ്പോൾ ആവശ്യമുണ്ട്, മധുരം എപ്പോൾ ആവശ്യമുണ്ട്, അതെല്ലാം ഇടക്കിടക്ക് നേതാക്കൾക്കും അതുപോലെ നിങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും അതിന്റെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും പല ആവർത്തി രാവിലെയുള്ള ബെഡ് കോഫി, അതെ രാവിലെയുള്ള ചായ അടക്കം, ചോളമടക്കം, ഓറഞ്ച് അടക്കം, ബത്തക്കയടക്കം, അതുപോലെ പൈനാപ്പിൾ അടക്കം, ക്യാരറ്റ് അടക്കം, ഇതെല്ലാം ഇവിടെ എത്തിച്ചു തന്ന ഇതിന്റെ സംഘാടകർ മുത്തഅല്ലിമുകൾ. നമ്മൾക്ക് കിട്ടിയ ക്യാരറ്റും ഓറഞ്ചും അതേപോലെ തന്നെയുള്ള ചോളവും ഇതെല്ലാം നമ്മുടെ യൂണിറ്റുള്ള പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാടന്തറ യൂണിറ്റും അതുപോലെ ഇതിനോട് സഹകരിച്ച് പരിസരത്തുള്ള യൂണിറ്റുകളും അവരുടെ സ്നേഹത്തിന്റെ ഉപഹാരമാണത്. നമ്മളിവിടെ വരുമ്പോൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ, അത് സംഘടിപ്പിച്ച യൂണിറ്റുള്ള പ്രവർത്തകർക്ക് നീ പാരത്രികമായ ലോകത്ത്, ആ സ്വർഗീയ ലോകത്തുള്ള പഴം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോടൊപ്പം ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘം ഉണ്ടായിരുന്നു ഇവിടെ. പ്രത്യേകമായ യൂണിഫോമോടുകൂടെ 33 പ്രോഫ് ടീം അംഗങ്ങൾ. അവരെത്രയാണ് അധ്വാനിച്ചത്, അവരെത്രയാണ് കഷ്ടപ്പെട്ടത്. ഉറക്കൊടിഞ്ഞിട്ടുണ്ട്, ഓടി നടന്നിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ ജീവിതത്തിൽ വിജയം നൽകണം റഹ്മാനെ. പാരത്രിക ലോകത്ത് സന്തോഷം നൽകണം റഹ്മാനെ. ഓരോ നേരവുമുള്ള ഭക്ഷണം പാക്ക് ചെയ്യുന്നതിന് കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാർ, അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടി നടക്കുന്നതിന്റെ ആരംഭം മുതൽ ഈ സമയമത്രയും കൂടെ നിന്നവർ, ആരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സദസ്സിലുള്ള ഒരുപാട് കൂട്ടുകാർ എത്രയോ പ്രയാസങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്നവരാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് എഴുത്തുകളുണ്ട്. തൻ്റെ പിതാവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞവർ, അതേപോലെ തന്നെ ഇന്ന് പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ അനസ്യാങ്കണ്ടം മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തലയിൽ തെങ്ങ് വീണ് അപകടത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹുവേ, ആ കൂട്ടുകാരന് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകണം റഹ്മാനെ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, കണ്ണൂർ ജില്ലയിലെ ഒരു ഡിവിഷൻ സെക്രട്ടറിയുടെ പിതാവ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ആ പിതാവിനും രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകണം റഹ്മാനെ. അതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ ഈ സദസ്സിൽ നിന്ന് പല വിഷയങ്ങളും പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരൻ വന്നിട്ട് മൊബൈൽ തുറന്നിട്ട് കാണിച്ചു തന്നു. എൻ്റെ ചെറിയ പെങ്ങളുടെ ശരീരമാണിത്. ചെറിയ വ്രണം അല്ല, വലിയ വ്രണം. ശരീരത്തിന്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ വ്രണം ബാധിച്ചിട്ടുണ്ട്. ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല. പരിഹാരം എന്താണെന്ന് അറിയില്ല. ഈ സദസ്സിലൊന്ന് ദുആ ചെയ്തു തരണം അല്ലാഹുവേ. ആ ചെറിയ പെൺകുട്ടിയുടെ എന്ത് അസുഖമാണെങ്കിലും നീ അത് ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. നീ അത് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഇവിടെ എഴുതി തന്നവരും അതുപോലെ എഴുതിത്തരാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പ്രതിനിധികളുണ്ട്. നിങ്ങളെ എല്ലാം മനസ്സു കാണുന്നവനാണ് പടച്ച റബ്ബ്. എല്ലാത്തിനും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വലിയ പണ്ഡിതനാണ്. ഈ നമുക്ക് നമ്മളെ പ്രൊഫ് സമ്മിറ്റിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാൾ. ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ, കിച്ചണിൽ സയ്യിദ് അവറുകളെ കാണാം, മറ്റൊരു സമയത്ത് വേദിയിൽ കാണാം, വേറെ സമയത്ത് ഗ്രൗണ്ടിൽ കാണാം. അങ്ങനെ ഓടി നടന്ന് നമുക്ക് എന്ത് കുറവുണ്ടോ അവിടെ പരിഹരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട സയ്യിദ് അവറുകൾ. അഹ്ലുൽ ബൈത്തിലെ ഒരെണ്ണം. സുബ്ഹാനല്ലാഹ്, നമ്മളാകുന്നവർക്ക് വേണ്ടി എത്രയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു ദീനിന്റെ ഖിദ്മത്തിൽ ഈ സ്ഥാപനത്തെ സേവിച്ചുകൊണ്ട് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കോഴിക്കോട് ജില്ലാ ക്യാമ്പസ് സെക്രട്ടറിയുടെ ജ്യേഷ്ഠൻ വെന്റിലേറ്ററിലാണെന്ന് അറിയിച്ചു. അല്ലാഹുവെ, പൂർണ്ണമായ സലാമത്ത് നൽകണം റഹ്മാനെ. സലാം ഉസ്താദ് വല്ലാത്ത ഹൃദയബന്ധമുള്ളവരാണ്. ആ സലാം ഉസ്താദുകൾ എപ്പോ കാണുമ്പോൾ പറയും, ഇവിടെ വരുന്ന മക്കൾ, ആ മക്കൾക്ക് എന്ത് കുറവുണ്ടായാലും നിങ്ങളാണ് ഉത്തരവാദികൾ, എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കാണ്, നിങ്ങൾ എന്തും പറഞ്ഞോളൂ എന്ന് കാണുമ്പോഴൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അൽഹംദുലില്ലാ, നമുക്കാർക്കും ഒരു കുറവും തോന്നിയിട്ടില്ല, ഒരു മനപ്രയാസവും തോന്നിയിട്ടില്ല. എല്ലാം സന്തോഷമാണ്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആ പ്രാർത്ഥന നന്ദിയായി അറിയിക്കുന്നു. നമുക്ക് ദുആ ചെയ്ത്
ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദത്തീൻ ഓതി ഒരു 11 സ്വലാത്ത് ചൊല്ലി നമുക്ക് വേണ്ടി അധ്വാനിച്ച ഭക്ഷണത്തിന് അരി തന്നവർ, മാംസം തന്നവർ, മറ്റു വിഭവങ്ങൾ തന്നവർ, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ ചെയ്യും. നമ്മുടെ ക്യാമ്പസ് സ്റ്റേറ്റ് സിൻഡിക്കേറ്റ്, ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുപാട് ദിനങ്ങളായി വ്യത്യസ്ത ക്യാമ്പസുകളിൽ പോയി ഈ പ്രൊഫ് സമ്മിറ്റ് വിജയിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. അല്ലാഹുവേ, അവർക്കും നീ നല്ല വിജയം നൽകണം റഹ്മാനെ. ഈ മഹത്തായ സദസ്സിലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവരാണ്, നല്ല വിജയമുണ്ടാകണമെന്ന് കൊതിക്കുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഈ ഞങ്ങളെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ പൂർണ്ണമായ വിജയം നൽകണേ അല്ലാഹ്. ഒരു സമയത്തും പരാജയം നൽകല്ലേ അല്ലാഹ്. പഠിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പറഞ്ഞേച്ച മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാൻ വകുപ്പുള്ള മക്കളാക്കി ഞങ്ങളെ എല്ലാവരെയും നീ മാറ്റണേ അല്ലാഹ്. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഖൽബിൽ വർദ്ധിച്ചു ഹബീബിനെ കണ്ടു മരിക്കാൻ സൗഭാഗ്യമുള്ള അവിടുത്തെ അനുയായികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സയ്യിദ് അവർകൾ ദുആ ചെയ്യുന്നു. ആ ദുആയോടുകൂടെ ഈ വർഷത്തെ സമ്മിറ്റ് സമാപിക്കും ഇൻഷാ അല്ലാഹ്. 2020 പ്രൊഫ് സമ്മിറ്റ് അടുത്ത വർഷത്തേത് നമുക്ക് പ്രൗഢമായി നടത്തണം. ആ 2020 പ്രൊഫ് സമ്മിറ്റ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഔലിയാക്കളിൽ ആത്മീയ ലോകത്ത് ഉന്നതമായ പദവി അലങ്കരിക്കുന്ന മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വയം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി അവിടുത്തെ ചാരത്ത് പരിസരത്ത് ഒരുമിച്ച് കൂടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. CM സെന്റർ എന്ന സ്ഥാപനത്തിന്റെ അബ്ദുറഹ്മാൻ ബാഖവിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ പരിസരത്ത് വെച്ച്, ആ ക്യാമ്പസിന്റെ അകത്ത് വെച്ച് നടക്കും. അദ്ദേഹം ഈ സദസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അനിവാര്യമായ ചില എൻഗേജ്മെന്റുകൾ ഉള്ളതുകൊണ്ട് എത്തിയിട്ടില്ല. നിങ്ങളോട് അത് അറിയിക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ.